നിമിഷപ്രിയയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കൊല ചെയ്യപ്പെട്ട തലാലിൻ്റെ ബന്ധുക്കൾ ബ്ലഡ് മണി മേടിച്ച് കേസ് സലാമത്താക്കാൻ കൂട്ടാക്കുന്നില്ല. കേരളത്തിലാണെങ്കിൽ ഈ ധാരണ മേന്മ കൊണ്ടാണ് വധശിക്ഷ മരവിപ്പിച്ചത് അഥവാ നീട്ടിവെക്കാൻ നിർബന്ധിതമായത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള വിതർക്ക കുതർക്കങ്ങൾ തുടരുകയുമാണ്. പൊതുവെ ആളുകൾ വിശ്വസിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ യമനിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ മറ്റ് മതപണ്ഡിതന്മാരുമായിട്ട് സംസാരിച്ച് അവർ മുഖേന ഒരു അനുരഞ്ജന നീക്കം നടത്തുന്നതുകൊണ്ടാണ് ഈ വധശിക്ഷ മാറ്റിവെക്കാനായിട്ട് സർക്കാരും അവിടുത്തെ ജയിലധികൃതരും തീരുമാനിച്ചത് എന്നാണ്. പൊതുവേ ഉള്ള ധാരണ അതാണ് എന്ന് മാത്രമല്ല, കാന്തപുരത്തോട് മറ്റ് പല വിധത്തിൽ എതിർപ്പുള്ള നമ്മുടെ മൗദൂദി ചാനലും EK സമസ്തക്കാർ നടത്തുന്ന സുപ്രഭാതം പത്രവും പോലും ആ ഒരു വാദഗതിയാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. നേരെ മറിച്ച് മറ്റ് അവകാശവാദക്കാരൊക്കെ ഉണ്ട്. സംഘപരിവാറുകാർ വിചാരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൂതികളോട് അഭ്യർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വധശിക്ഷ മാറ്റിവെച്ചത്. മലയാള മനോരമ പറയുന്നതനുസരിച്ചാണെങ്കിൽ മറിയാമ്മയും ചാണ്ടി ഉമ്മനും കൂടി കേരള ഗവർണറെ കണ്ട് പറഞ്ഞു. കേരള ഗവർണർ അത് കേന്ദ്രത്തെ അറിയിച്ചു. കേന്ദ്രം ഹൂതികളെ അറിയിച്ചു. ഹൂതികൾ മതപണ്ഡിതന്മാരെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ, പ്രത്യേകിച്ച് മറിയാമ്മയും ചാണ്ടി ഉമ്മനും പറഞ്ഞാണല്ലോ എന്നറിഞ്ഞപ്പോൾ ഈ മതപണ്ഡിതന്മാർക്ക് മാനസാന്തരമുണ്ടായി. അവർ വധശിക്ഷ താൽക്കാലികമായിട്ട് മാറ്റിവെച്ചു എന്നാണ്. അങ്ങനെ പലരും അവകാശവാദമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. CPM-കാർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് കത്തെഴുതി അയച്ചതുകൊണ്ടാണ് ഹൂതികൾക്ക് മാനസാന്തരം ഉണ്ടായത് എന്നാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്തെഴുതിയ കാര്യവും പറയുന്നുണ്ട്. പക്ഷേ സതീശൻ അങ്ങനെ പരസ്യമായ അവകാശവാദവുമായിട്ട് വന്നിട്ടില്ല. പക്ഷേ പൊതുവേ എല്ലാവരും വിചാരിക്കുന്ന കാന്തപുരത്തിൻ്റെ ഒരു കഴിവുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ സ്വാധീന ശക്തി കൊണ്ടാണ്, അദ്ദേഹത്തിന് ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക മതപണ്ഡിതന്മാർക്കിടയിലുള്ള വലിയ സ്വാധീനം കൊണ്ടാണ് എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ്. ഈ അഭിപ്രായം ഇന്നലെ പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ആവർത്തിക്കുന്നില്ല. അതെന്തുവാട്ടെ, അങ്ങനെ നിമിഷപ്രിയയുടെ നിമിഷങ്ങൾ ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ആർക്കും പറയാൻ പറ്റുന്ന കാര്യമല്ല. ഹൂതികൾക്കും അവിടുത്തെ മതപണ്ഡിതന്മാർക്കും ഈ മരിച്ചുപോയ നിമിഷപ്രിയയുടെ ഭർത്താവായിരുന്നു എന്ന് പറയപ്പെടുന്ന ആളുടെ ബന്ധുക്കൾക്കും സൽബുദ്ധി തോന്നട്ടെ, മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകട്ടെ. ബ്ലഡ് മണി മേടിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ കൂട്ടാക്കും എന്ന പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ. എൻ്റെയും വിശ്വാസം അതാണ്, എൻ്റെ ആഗ്രഹം അതാണ്. ഏത് വിധേനയായാലും കാന്തപുരം മുസ്ലിയാർ ഇടപെട്ടിട്ടാണെങ്കിലും ഇനി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഇടപെട്ടിട്ടാണെങ്കിലും അതല്ല മാധ്യമം പത്രാധിപർ O. അബ്ദുറഹ്മാൻ ഇടപെട്ടിട്ടാണെങ്കിലും നിമിഷപ്രിയ തിരിച്ചു വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മനുഷ്യത്വപരമായൊരു തീരുമാനമുണ്ടായി. നിങ്ങൾ മിക്കവരും ശ്രദ്ധിച്ചു കാണും. അത് ചെറിയനാട് ഭാസ്കരക്കാരനവർ കൊലക്കേസിൽ പ്രധാന പ്രതി എന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച അല്ലെങ്കിൽ കോടതി കണ്ടെത്തിയ ഷെറിനെ കോടതി ഉത്തരവിൻ്റെ കാലാവധി പൂർത്തീകരിച്ച ക്രമത്തിൽ, അതായത് ജീവപര്യന്ത കഠിനാടമാണ് വിധിച്ചത്, 14 വർഷം പൂർത്തീകരിച്ചു എന്ന കാരണത്താൽ ജയിലിൽ നിന്നും മോചിപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാർ തീരുമാനിച്ചു. അത് വെറുതെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതല്ല. ഇവിടെ ഈ നാട്ടിൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും അതുപോലെ സാമൂഹ്യ മാധ്യമത്തിൽ നിന്നൊക്കെ വലിയ എതിർപ്പുണ്ടായി. പല റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചില റിട്ടയർ ചെയ്ത ജഡ്ജിമാരും അങ്ങനെ ഉള്ള കുറേ ആളുകൾ ഈ ഷെറിനെ മോചിപ്പിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരു മനുഷ്യനാരായത്തെ മോചിപ്പിക്കുന്നത് വലിയ തെറ്റായിരിക്കും, അധാർമികമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം അന്ന് പറഞ്ഞാണ്. ഷെറിൻ ചെയ്ത തെറ്റ് വെച്ച് നോക്കുമ്പോൾ അവരുടെ ശിക്ഷാ കാലാവധി അവസാനിച്ചു കഴിഞ്ഞു. കോടതി ജീവപര്യന്തമാണ് വിധിച്ചത്. 14 വർഷം പൂർത്തീകരിച്ചു. ഇനിയും അവരെ ജയിലിൽ അടയ്ക്കുന്നതോട് പ്രത്യേകിച്ച് ഒരു മേന്മയുമില്ല. അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ ഇടയുണ്ടായിരുന്നെങ്കിൽ അത് ഇതിനകത്ത് ഉണ്ടായി കഴിഞ്ഞു. ഇതുവരെ മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ ഇനിയിപ്പോൾ കാത്തിരിക്കുന്നതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. രണ്ടായാലും അവരെ തുറന്നു വിടാതിരിക്കാൻ നിയമപരമായിട്ടോ ഭരണഘടനാപരമായിട്ടോ യാതൊരു കാരണവുമില്ല. പിന്നെ ഷെറിൻ എന്ന് പറഞ്ഞ സ്ത്രീയെ ഈ നാട്ടിൽ കുറേ പേർക്ക് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ട് അവരെ ജയിലിൽ തന്നെ തുടർന്ന് പാർപ്പിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. സാധാരണയിൽ ഞാൻ പറഞ്ഞാൽ അതിന് വിപരീതമായിട്ടാണ് നമ്മുടെ സർക്കാർ ചെയ്യുക. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. അത് പൊതുഭരണ വകുപ്പിൻ്റെ അഭിപ്രായം. പിന്നെ ലോ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അത് നമ്മുടെ കാരണഭൂതൻ്റെ കീഴിലാണ്. അവരുടെ അഭിപ്രായം, പിന്നെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായം എല്ലാം തേടിയതിന് ശേഷം
കേരള മന്ത്രിസഭ സുചിന്തിതമായൊരു തീരുമാനം കൈക്കൊണ്ടു. അതായത് ഷെറിൻ എന്ന് പറഞ്ഞ മധ്യവയസ്കയെ ഇനിയും ജയിലിലിട്ടുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. അവർ തുറന്നു വിടാൻ തീരുമാനിച്ചു. നമ്മുടെ ഗവർണറും അത് അംഗീകരിച്ചു. സാധാരണയിൽ CPM ഭരിക്കുന്ന സർക്കാരാണല്ലോ. അതിന് ഇനിയിപ്പോൾ ഗവർണർ എന്തെങ്കിലും വേല വെക്കാൻ പറ്റും. ഗവർണർക്ക് വേണമെങ്കിൽ കുറിയിട്ട് മടക്കി അയക്കാൻ. പക്ഷേ നമ്മുടെ ഗവർണർ ഒരു നല്ല മനുഷ്യനാണ്, ഹൃദയശുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഷെറിനല്ലേ പാവം വിട്ടുകളയാൻ തീരുമാനിച്ചു. അദ്ദേഹം തൃക്കൈ വിളയാടി. അങ്ങനെ ഷെറിൻ്റെ മോചനം ഇനിയിപ്പോൾ ദിവസങ്ങളുടെ മാത്രം അകലെയാണ്. ഷെറിൻ ഇപ്പോൾ പരോളിലാണ് എന്നാണ് മനോരമ പറയുന്നത്. പരോൾ തീർന്ന് കോടതി ജയിലിൽ ഹാജരായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഷെറിനെ വിട്ടയക്കും. ഷെറിന് പിന്നെ വീട്ടിൽ പോകും. അതിനിടയ്ക്ക് ആരെങ്കിലും ഹൈക്കോടതി കൊണ്ട് സ്റ്റേ മേടിക്കാതിരുന്നാൽ മതി. ഹൈക്കോടതി അങ്ങനെയൊന്നും സ്റ്റേ കൊടുക്കില്ല, പ്രത്യേകിച്ച് ഷെറിനെ പോലെയുള്ള ഒരാളുടെ കാര്യത്തിൽ. അങ്ങനെ സ്റ്റേ കൊടുക്കുന്നത് ന്യായമല്ല. ഏതായാലും ഷെറിൻ മോചിതയാകുകയാണ്. അപ്പോൾ ഈ നിമിഷപ്രിയ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് നെഞ്ചത്തിടി നിലവിളി നടത്തുന്ന ആളുകൾ, അതിൽ ഗണ്യമായൊരു ഭാഗം ഷെറിനെ മോചിപ്പിക്കരുത് എന്ന അഭിപ്രായക്കാരാണ്. സത്യം പറഞ്ഞാൽ ഷെറിൻ ചെയ്തതും നിമിഷപ്രിയ ചെയ്തതും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന്, ഷെറിൻ സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനെയാണ് കൊല്ലിച്ചത്, സ്വയമായിട്ട് കൊല്ലുകയല്ല ചെയ്തത്. വാടക കൊലയാളികളെ വെച്ച് ഈ കാരണം വരെ ശരിയാക്കി. നിമിഷപ്രിയയ്ക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അവിടെ വാടക കൊലയാളികളെ കിട്ടാത്തതുകൊണ്ട് അവർ തന്നെ ഈ കൃത്യം ചെയ്തു. ഭർത്താവിൻ്റെ പിതാവിനെ അല്ല, ഭർത്താവിനെ തന്നെയായിരുന്നു എന്ന വ്യത്യാസവും. അങ്ങനെ നോക്കുമ്പോൾ നിമിഷപ്രിയയെ മോചിപ്പിക്കണം, വിട്ടുകിട്ടണം എന്ന് പറയുന്ന ആളുകൾ ഷെറിനെ ക്രൂശിക്കണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഈ മോചനത്തിന് വേണ്ടി വലിയ പരിശ്രമം നടത്തിയ മന്ത്രിമാരുണ്ട്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെയും, സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെയും, അതുപോലെ ആരോഗ്യമന്ത്രി, കുടുംബക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട വീണ ജോർജിനെയും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റിയില്ല. ഈ 3 പേരുടെയും കൂട്ടായ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ മോചനം സാധ്യമായത്. ഷെറിന് നന്ദിയും കൃതജ്ഞതയും ഈ പറഞ്ഞ 3 പേരോടും ഉണ്ടായിരിക്കും എന്നെനിക്കറിയാം. ഏതായാലും ഈ നാട്ടിലെ എല്ലാ സുമനസ്സുകളുടെയും പേരിൽ ഞാൻ ഷെറിനെ അഭിനന്ദിക്കുകയാണ്. ഷെറിൻ്റെ മോചനത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച മന്ത്രി സജി ചെറിയാനെയും, ഗണേഷ് കുമാറിനെയും, വീണ ജോർജിനെയും വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നു. ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ വരും മാസങ്ങളിലും ഇവർക്ക് ശക്തി ഉണ്ടാകട്ടെ, ഇവർക്ക് സൽബുദ്ധി തോന്നട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.